ശാന്തി. ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിരന്തരം നമുക്ക് ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആവശ്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ദിനചര്യ എന്ന് പറയുന്നത്. ഒരു ദിവസം 4 മണിക്ക് എഴുന്നേറ്റു, മെഡിറ്റേറ്റ് ചെയ്തു, പഠിച്ചു, എല്ലാതുമായി. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും രണ്ടാമത്തെ ദിവസം എന്തുകൊണ്ടോന്നറിയില്ല ക്ഷീണമായി, ഞാൻ ചെയ്തില്ല. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ഒരു 5 മണിക്കൊക്കെ എണീറ്റു, പിന്നെ ദിവസം പിന്നെയും ക്ഷീണം, അതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റില്ല. ഇങ്ങനെ തൻ്റെ ദിനചര്യനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയെടുക്കാൻ പറ്റില്ല എന്നാണ് പല മഹാത്മാക്കളുടെയും വാക്യങ്ങൾ കേൾക്കുന്നത്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരൊക്കെ തന്നെ അവനവന് ഉണരാൻ വേണ്ടി ഒരു സമയം നിശ്ചയിക്കുകയും ഏത് സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുകയും അത് മാസങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, വർഷങ്ങളിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അന്നന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ അതിനെ പ്ലാൻ ചെയ്യുകയും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ മാത്രമാണ് വിജയികളായിട്ട് മാറുന്നത്. ആരാണോ തൻ്റെ ജീവിതത്തിൽ ഒഴിവ് കഴിവിനെ സ്വന്തം മറയായിട്ട് ഉപയോഗിക്കുന്നത്, ആ കർട്ടനിട്ട് നടക്കുന്ന ഒരാൾക്കാരും വിജയത്തിൻ്റെതായിരിക്കുന്ന മേഖലയിൽ എത്തിച്ചേരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് ഒഴിവ് കഴിവ് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പറയുന്ന കുറച്ച് വാക്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പറയില്ലേ, ചില വാക്കുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് ഫോർ എവർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. അതേപോലെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കുറച്ച് വാക്യങ്ങളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്തുകൊണ്ട് ചെയ്തില്ല, അവരെന്ത് പറയും, ഇവരെന്ത് പറയും. നിങ്ങൾക്കറിയോ, മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താണോ അത് നമ്മളാണ്. എന്ത് നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കണോ അത് നമ്മളാണ് എടുക്കേണ്ടത്. എന്ത് ചെയ്യണോ അത് നമ്മളാണ് ചെയ്യേണ്ടത്. തുടങ്ങേണ്ടതും നമ്മൾ തന്നെയാണ്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മൾ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും എനിക്കതിന് വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമെങ്കിൽ മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ള ശക്തിശാലികളായിട്ടുള്ള കാൽവെപ്പുകളെ മുന്നോട്ട് വയ്ക്കാനും. നാളെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സ്റ്റെപ്പ് കയറുന്ന സമയത്ത് പിന്നിലേക്ക് നോക്കാറേ ഇല്ല. ഏറ്റവും മേലെ കയറി എത്തിക്കഴിഞ്ഞ ശേഷം സ്റ്റേജിൽ നിൽക്കുമ്പോൾ നേരെ തിരിഞ്ഞ് ഓഡിയൻസിലേക്ക് നോക്കും. കയറുന്ന സമയത്ത് ഓഡിയൻസിനെ നോക്കി കയറാൻ പോയാൽ വീണു പോവും. കയറി എത്തി നിങ്ങൾ ട്രോഫി വാങ്ങുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കൈയടിക്കുകയുള്ളൂ. എന്തിനാ അവിടേക്ക് കയറിപ്പോയി എന്ന് ആരും ചോദിക്കില്ല. അതുപോലെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പോകുന്ന സമയത്ത് മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് കേൾക്കാതെ ചെവി പൊട്ടനെ പോലെ മുന്നോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കൂ. നിങ്ങൾ നിങ്ങളുടെ സ്റ്റേജിലെത്തുമ്പോൾ ജീവിതം നിങ്ങൾക്ക് ട്രോഫി തരുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ് ചെയ്ത് നിൽക്കാനുള്ളതായിട്ടൊരു അവസരം വരും. ആ അവസരത്തിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കരുത്, എന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതിനെ സദാകാലത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് മാറ്റുക. ഏത് രീതിയിൽ ചിന്തിക്കണോ, ഗൈഡൻസ് ആരെടുക്കണോ അവരെടുക്കണം, അതിനെക്കുറിച്ചും അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരങ്ങനെ പറയില്ലേ, ഇവരിങ്ങനെ പറയില്ലേ. അധികം ആളുകളും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് ചെയ്തു നോക്കിയിട്ട് ഈവൻ ഒരു പബ്ലിക് സ്പീച്ചിൽ 4 വാക്ക് ആളുടെ മുന്നിൽ പറയേണ്ട കാര്യമാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ട് അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരിക്കലും പറയുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നേ ഇല്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങളെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയെന്ന് കാണാം, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ള വിചാരം കൊണ്ട്. അതുകൊണ്ട് ആ ഒരു വരിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ വാചകം, എന്നെക്കൊണ്ടാവില്ല. കുറേ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അയ്യോ ഇങ്ങനെയുള്ള മാറ്റോ, നേരത്തെ എഴുന്നേൽക്കേ, അതെന്നെ കൊണ്ട് പറ്റില്ല. കുറച്ച് സമയം മാത്രം ഉറങ്ങി ബാക്കി സമയം ജോലി ചെയ്യേ, അയ്യോ അതെന്നെ കൊണ്ട് പറ്റില്ല. ഒരു 1/4 മണിക്കൂറൊക്കെ മെഡിറ്റേറ്റ് ചെയ്യേ, അതെന്നെ കൊണ്ട് പറ്റില്ല. ഇങ്ങനെ എന്തൊരു കാര്യം അവനവൻ്റെ ലൈഫിൽ പറയുമ്പോഴും എന്നെക്കൊണ്ടാവില്ല എന്നുള്ളതായിരിക്കുന്ന വാചകത്തിന് സ്വന്തമാക്കി വെച്ച കുറേ ആൾക്കാർ കാണും. അതിന് അവർ കണ്ടെത്തുക ഒരു പക്ഷേ ശാരീരികമായിരിക്കുന്ന പ്രശ്നമായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുമുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നായിരിക്കും. എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ടാവില്ല എന്നുള്ളതിന് നിരത്താൻ വേണ്ടി 100 കാരണം കണ്ടെത്തും. പക്ഷേ ഒരു കാര്യം
കണ്ടിട്ടുള്ളത്, ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ 999 പറ്റാത്ത കാര്യം വന്നു, ഒരു കാര്യം അവർക്ക് പറ്റുന്നതുണ്ടെങ്കിൽ ആ ഒന്നിൻ്റെ മുന്നിൽ അവർ മുന്നോട്ട് പോകും, ചെയ്യുകയും ചെയ്യും. അതേസമയം ചെയ്യണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ 999 കാര്യവും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളതും അഥവാ ലൂസാവാൻ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് പിടിച്ച് അവർ പിന്നോട്ടേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് എന്നെ കൊണ്ടാവില്ല എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ആ വാചകം അതെന്ത് തന്നെ കാര്യമായിക്കോട്ടെ, ഒരു പക്ഷേ ഈ നിമിഷം എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കാം, പക്ഷെ നിരന്തരമായ പരിശ്രമത്തിലൂടെ എനിക്കത് സാധിക്കും, ഇപ്പോഴല്ല കുറച്ചായി ഞാൻ നേടും എന്നെങ്കിലും നമുക്ക് പറയാം. പക്ഷെ ആവില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള വാചകം ഉണ്ടല്ലോ, അത് നമ്മുടെ ഡിക്ഷണറി നമ്മൾ എടുത്ത് കളഞ്ഞോളണം. മറിച്ച് ആരെക്കൊണ്ടെങ്കിലും ഈ ലോകത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, എന്നാൽ എന്നെക്കൊണ്ടും പറ്റും എന്ന് പറയാനുള്ളതായിരിക്കുന്ന മനോഭാവം നമ്മളോട് നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. അതിന് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഓരോ തവണ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ ഒഴിവ് കഴിവ് പറയാൻ വേണ്ടി പറയുമായിരിക്കും, ചിലപ്പോൾ മടി കൊണ്ട് പറയുമായിരിക്കും. ഇങ്ങനെ ഏത് കാരണം കൊണ്ടെന്നല്ല, നിരവധി തവണ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്കും നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിലേക്കൊക്കെ ഹാമറിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഇത് പതുക്കെ നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റാമിന കുറച്ചു കളയും, നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തിക്കാനുള്ള കഴിവിനെ കുറയ്ക്കും. ഏത് കാര്യം നിരന്തരമായിട്ട് പറ്റില്ല എന്ന് പറയുന്നു, പതുക്കെ അവരെ കൊണ്ടത് പറ്റാതായി തീരുകയും ചെയ്യും. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള വാചകത്തിന് നിങ്ങളുടെ ഡിക്ഷണറിന് എടുത്ത് മാറ്റണം. ഞാൻ എപ്പോഴും ഓർമ്മിക്കും ഭഗവാന്റെ മഹാവാക്യത്തിൽ പലപ്പോഴും പറയാറുണ്ട്, നാ കെഹന മാന നാസ്തി കഹ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ നാസ്തികരാണ്, പറ്റുമെന്ന് പറഞ്ഞാൽ അവർ ആസ്തികരാണ് എന്ന്. അതുകൊണ്ട് വിശ്വാസം അർപ്പിക്കൂ, അവനവനിൽ വിശ്വാസം അർപ്പിക്കൂ, ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കൂ, നമ്മുടെ കൂടുള്ളവരിൽ വിശ്വാസം അർപ്പിക്കൂ. എന്നിട്ട് എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വാചകം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കണം. എനിക്ക് പറ്റില്ല, ഇതും നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, എനിക്ക് മൂടില്ല. പണ്ടത്തെ കാലത്ത് മുത്തശ്ശന്മാരും ആ തലമുറയിലെ ആളുകളാരും മൂടില്ല എന്നൊരു വാക്ക് പറയുന്നത് പോലും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആരോട് പറഞ്ഞാലും എൻ്റെ മൂഡ് ശരിയല്ല, ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല, എനിക്ക് മൂടില്ല, ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അങ്ങനെ മൂടില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് മൂഡ് വന്നിട്ട് ആ കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ബെറ്റർ ഐഡിയ, ഏത് കാര്യം ഏത് സമയത്ത് ചെയ്യണോ ആ സമയത്ത് മനസ്സ്, നമ്മൾ എൻ്റെ മനസ്സെന്നല്ലേ പറയുന്നത്, നിൻ്റെ മനസ്സെന്നോ അല്ലെങ്കിൽ മറ്റൊരു മനസ്സല്ലോ പറയുന്നത്. നോക്കൂ, എൻ്റെ കൈ എന്ന് പറയുന്നു ഞാൻ. എൻ്റെ കൈ മീൻസ് ഈ കൈ കൊണ്ട് അത് ഇവിടെ വെക്കണോ അത് ഇങ്ങനെ വെക്കണോ എങ്ങനെ വേണോ തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, ഞാനത് ചെയ്യുകയും ചെയ്യും. ഇൻ ദ സെയിം വേ എൻ്റെ മനസ്സാണ്, എൻ്റെ മനസ്സിൽ മൂഡ് ഓഫ് വന്നെങ്കിൽ അതിനെ ഓൺ ആക്കാനുള്ളതായിരിക്കുന്ന വിദ്യ എന്തെന്ന് കണ്ടെത്തുകയും അതിനെ റിഫ്രഷ് ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. എൻ്റെ മനസ്സാണ്, അതിന് ഞാൻ നന്നാക്കിയേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ മൂഡ് മോശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിനും പിന്തിരിയരുത്. ആ വാചകം നമ്മുടെ ഡിക്ഷണറിയിൽ എടുത്ത് കളയുക. നമ്മുടെ മൂഡ് മോശമാവുന്ന അവസ്ഥയില്ല. ഒരു സാഹചര്യം വന്നു, ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ എല്ലാവരും കൂടി പുകഴ്ത്തിയിട്ടുണ്ടായിരിക്കാം, ഒക്കെ ആയിക്കോട്ടെ, അതിനവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇപ്പോഴത്തെ സമയത്തെ കാര്യം എന്തോ അത് ഞാൻ ചെയ്യും എന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റണം. പ്രസന്റിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. പിന്നെ ഒരു പോയിന്റ്, എൻ്റെ ഭാഗ്യം മോശമാണ്. കുറേ ആൾ പറഞ്ഞേക്കാം, എൻ്റെ തലവര അങ്ങനെയാണ്, എൻ്റെ ഭാഗ്യം മോശമാണ്, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, എന്നെക്കൊണ്ടതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, കാരണം എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കറിയോ, ഭാഗ്യവും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും രണ്ടും ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എഴുതിയിട്ട് എക്ക് 1 എന്നും സെഡിന് 26 നമ്പർ കൊടുത്ത് അതിൻ്റെയൊക്കെ നമ്മൾ പരസ്പരം ഉള്ളതായിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ നമ്പറുകൾ കൂട്ടുകയാണെങ്കിൽ ലക്കിന് 50% ഉള്ളൂ, ആറ്റിറ്റ്യൂഡ് 100% ആണ്. ഒരു പക്ഷേ മുജ്ജന്മകൃത കർമ്മം കൊണ്ട് നിങ്ങളൊരു സാഹചര്യത്തിൽ വന്ന് പെട്ടിട്ടുണ്ടായിരിക്കാം, ഒരു സാഹചര്യങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാതിരിക്കാം. അത് നിങ്ങളുടെ മുജ്ജന്മത്തിൻ്റെ കർമ്മം കൊണ്ടോ മുന്നുള്ള കർമ്മം കൊണ്ടോ ആണ് ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. അതേസമയം നാളത്തെ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ നിമിഷത്തിൽ എൻ്റെ കർമ്മം കൊണ്ടുണ്ടാവുന്നതാണ്. പലപ്പോഴും പരമാത്മ മഹാവാക്യത്തിൽ ഭഗവാൻ ചോദിക്കാറുണ്ട്, പുരുഷാർത്ഥമാണോ പ്രാപ്തിയാണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന്. എപ്പോഴും ഭഗവാന്റെ മഹാവാക്യത്തിൽ
പറയുന്ന കാര്യമാണ്. പുരുഷാർത്ഥത്തിനാണ് പ്രാധാന്യം, പ്രാപ്തിക്കല്ല. പുരുഷാർത്ഥം ഫസ്റ്റ്, പ്രാപ്തി പിന്നീട് കിട്ടുന്നതാണ്. പുരുഷാർത്ഥം മീൻസ് പുരുഷ് മീൻസ് ആത്മ മീൻസ് സ്വയം. നമ്മളെ അർത്ഥമുള്ളതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിശ്രമം എന്തോ അതിൻ്റെ പേര് പുരുഷാർത്ഥം എന്ന് പറയും. അതിലൂടെയാണ് ജീവിതത്തിലെ നേട്ടങ്ങൾ. കർമ്മമാണ് ഫസ്റ്റ്, ഭാഗ്യം സെക്കൻഡാണ്. അതുകൊണ്ട് കർമ്മം ഇപ്പോൾ ഈ നിമിഷം എൻ്റെ കയ്യിലുള്ളതാണ്. ഈ നിമിഷം കിടന്ന് ഉറങ്ങണോ അതോ ഈ നിമിഷം നമ്മൾ പഠിക്കണോ, ഞാൻ എൻ്റെ പ്രോഗ്രാം ചെയ്യണോ, ഞാൻ നിശ്ചയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ നിമിഷത്തെ ദ ബെസ്റ്റായി ഉപയോഗിക്കുമെങ്കിൽ നാളത്തെ ഭാഗ്യം അത് നിങ്ങളുടെ പിന്നാലെ മിന്നി മിന്നി നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. സഫലത ആർക്കും അതിനെ തടയാനാവില്ല. പക്ഷെ കണ്ടീഷനുണ്ട്. ഇന്നത്തെ ഈ നിമിഷത്തെ ഞാൻ ഭാഗ്യത്തിന് ഭാഗ്യമാക്കിക്കൊണ്ട്, ഈവൻ കുറച്ചില്ലാത്ത കഷ്ടപ്പാടാന്ന് വിചാരിച്ചോളൂ, സാഹചര്യങ്ങൾ കുറവാന്ന് വിചാരിച്ചോളൂ. മലയാളത്തിലൊരു ചൊല്ല് പറയാറില്ലേ നമ്മൾ, തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്ന്. എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതായിട്ടുള്ള പല ആളുകളെക്കാളും എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റായിട്ട് എല്ലാ കാര്യവും പഠിപ്പിക്കുന്ന ആളായിരുന്നു. ഓരോ കാര്യവും, വീട്ടിലെ കർമ്മങ്ങളാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഭക്തിയിലെ കാര്യങ്ങളാണെങ്കിലും എന്തും കൃത്യതയോടുകൂടിയും ചിട്ടയോടുകൂടെ ചെയ്തോളണം എന്ന അമ്മ ഭയങ്കരമായിട്ട് ശഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അഡ്വൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ മാത്രമായിരുന്നില്ല, ശഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷെ ആ ശഠിച്ച് ഞങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നതായിരിക്കുന്ന സ്ട്രിക്ട്നെസ്, ആ കർമ്മത്തിലെ അക്യൂറസി, ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു ഘട്ടത്തിലും തോൽക്കാതെ അതിനെ അതിജീവിക്കാനുള്ളതായിരിക്കുന്ന ഒരു ഊർജം, ഒരു ഉന്മേഷം, ഒരു ഉത്സാഹം, അതെന്നും അമ്മ തന്ന ട്രെയിനിങ്ങിൻ്റെ ഗിഫ്റ്റാണ്. ജീവിതത്തിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ വരദാനാണ്. അത് വെറുതെ വന്നു ചേർന്നതല്ല, കൃത്യമായ കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട് അമ്മ ചെയ്തു തന്നിട്ടുള്ള ടെക്നിക്കാണ്. കൃത്യമായി കർമ്മം ചെയ്യുന്നുവെങ്കിൽ ഇന്നലത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് നാളെ ഒരു നല്ല ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഭാഗ്യം മോശമാണെന്നുള്ള വരിയെ വിട്ട് ഞാൻ കോടാനുകോടി ഭാഗ്യശാലിയാണ്, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യശാലി എന്ന വാക്കുകളിലേക്ക് അതിനെ അങ്ങ് മാറ്റിവെച്ചേക്കണം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ചില ആളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അത് ഞാൻ നാളെ നോക്കാം, ഇന്നിപ്പോൾ എന്തുകൊണ്ട് ചെയ്യില്ല, പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടായിട്ടൊന്നുമില്ല, നാളെ ഞാൻ ചെയ്യാം. എഴുന്നേൽക്കുന്നത് നാളെ തൊട്ട് എഴുന്നേൽക്കാം, പഠിക്കുന്നത് നാളെ തൊട്ട് പഠിക്കാം, മെഡിറ്റേറ്റ് ചെയ്യുന്നത് നാളെ തൊട്ട് ആരംഭിക്കാം. എല്ലാം നാളേക്ക് നീട്ടി വെക്കുന്നവർ. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ പൊതുവേ ഒരു ചൊല്ല് പറയും, ഈ ലോട്ടറിയിൽ നാളെ എന്ന് പറഞ്ഞാൽ നാളെ നീളയായി പോവുകയുള്ളൂ എന്ന് പറയാറുണ്ട്. ഇൻ ദ സെയിം വേ നമ്മുടെ ജീവിതത്തിൽ ആരാണോ നാളേക്ക് മാറ്റി വെക്കുന്നത് അവരൊരിക്കലും ലൈഫിലൊന്നും നേടാറില്ല. കാരണം നാളെ അവർക്കൊരിക്കലും എത്താറില്ല. ഇന്ന് നിന്ന് നാളെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴും ഒരു നാളെ ഉണ്ടല്ലോ, അതിലേക്കും മാറ്റി വെക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യത്തിനും നാളേക്ക് മാറ്റി വെക്കരുത്. നാളെ നോക്കിയിട്ടോ മുഹൂർത്തം നോക്കിയിട്ട് പല കാരണങ്ങൾ പലരും കണ്ടെത്തും എനിക്ക് നാളേക്ക് മാറ്റി വെക്കാൻ വേണ്ടി. പക്ഷേ ഒന്നും നാളേക്ക് മാറ്റി വെക്കരുത്. എന്ത് കാര്യം തുറന്നോ അത് ഉടനെ തന്നെ, ശുഭസ്യ ശീഘ്രം എന്നാണ് പറയുന്നത്. നല്ല കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ എല്ലാ നിമിഷങ്ങളും നല്ലതാണ്. എല്ലാ സമയവും നിങ്ങൾക്ക് സഹായമായിരിക്കും. അതുകൊണ്ട് നാളേക്കൊന്നും മാറ്റരുത്. നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. നൗ ഓർ നെവർ, ഇപ്പോഴില്ലെങ്കിൽ എപ്പോഴുമില്ല. അതുകൊണ്ട് നാളെ എന്നില്ല, പകരം നമ്മൾ മാറ്റണം ഇപ്പോഴില്ലെങ്കിൽ എപ്പോഴുമില്ല. അവിടെ ഈ 5 വാചകങ്ങൾ ജീവിതത്തിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് നിങ്ങൾ എടുത്ത് മാറ്റണം. പകരം എല്ലാം പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരണം. എങ്കിൽ മടി നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ട് ഈ 5 പോയിന്റിന് നിങ്ങൾ മാറ്റണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. മറിച്ച് അതിന് പകരം പോസിറ്റീവായിട്ടുള്ള വാചകങ്ങളെ ഫിറ്റ് ചെയ്യണം. നമ്മുടെ ഡിക്ഷണറിയിൽ മറ്റുള്ളവരെന്ത് പറയും എന്നതായിരിക്കുന്ന ചോദ്യമില്ല. എന്നെക്കൊണ്ടാവില്ല എന്നുള്ള വാക്ക് പറയില്ല. എനിക്ക് മൂടില്ല എന്ന് പറയില്ല. എൻ്റെ ഭാഗ്യം മോശമെന്ന് പറയില്ല. നാളെ ചെയ്യാമെന്ന് പറയില്ല. പകരം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമുള്ള എന്നെക്കൊണ്ടാവുന്ന ദ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുമെന്ന് പറയണം. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഞാൻ മുന്നോട്ട് പോയിരിക്കും എന്നുള്ള ദൃഢനിശ്ചയം വേണം. മൂഡ് ഓഫ് എന്നൊരു വാക്കേ നമ്മുടെ ഡിക്ഷണറിയിലില്ല, എടുത്തു കളഞ്ഞിരിക്കുന്നു. ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യശാലി. നാളെയല്ല ഇന്ന്, ഇന്നല്ല ഇപ്പോൾ, നൗ ഓർ നെവർ എന്ന വാക്യത്തിലേക്ക് മാറ്റണം. എങ്കിൽ നമുക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം. ആ തടസ്സത്തെ പിഴുതെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകൂ. എങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.